ഇരുതലമുള്ളുള്ള കൈതാ വെട്ടി മെടഞ്ഞോരു വട്ടി. ഇരുതലമുള്ളുള്ള കൈതാ വെട്ടി മെടഞ്ഞോരു വട്ടി. പൊന്നരിവാളാല് പൊന്നറുക്കിട്ടൊരു പൊന്നമ്മ ദേവിക്ക് നേദേ. പൊന്നമ്മ ദേവിക്ക് നേദേ. പൊന്നു മലവാരം മേലെ പൊൻതിരി കത്തുന്നതേരെ. പൊന്നു മലവാര തമ്മായിരുന്നള്ളും നേരമതെന്തെല്ലാം വേണേ. നേരമതെന്തെല്ലാം വേണേ. സുബേഷിന്റെ സ്ഥലം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ കുന്നംകുളത്തിനടുത്ത്. കുന്നംകുളത്തിനടുത്ത് ശരിക്കും എൻ്റെ സ്വദേശം എന്ന് പറയുമ്പോൾ കരിക്കാട് എന്ന് പറയും. അക്കിക്കാവുന്ന പഴഞ്ഞ റോഡാണ്. അപ്പൊ കരിക്കാട് നിന്നാണ് എൻ്റെ ശരിക്കുള്ള സ്വദേശം. അപ്പൊ ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ തിപ്പിലശ്ശേരി പട്ടിരിപ്പടി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അവിടെ വീട് വെച്ചിട്ട് താമസിക്കുന്നത്. കലാപരമായിട്ട് എന്താണ് ഇത്? കലാപരമായിട്ട് ഇപ്പോൾ ഞാൻ ഓൾ കേരള മാഷാണ്. അതായത് സ്കൂൾ കലോത്സവത്തിന് പഠിപ്പിക്കാൻ പോകുന്ന മാഷാണ്. അപ്പൊ എന്റെ ഗുരുനാഥൻ അഭിനയ എന്ന് പറയുന്ന ആളാണ്. അക്കിക്കാവിലാണ് സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതില് കുട്ടികൾ തന്നെ മോണാക്ട്, മൈമ്, സ്കെറ്റ്, നാടൻപാട്ട്, മേക്കപ്പ്, ഡ്രാമ എന്നിങ്ങനെ എല്ലാ ഇതിലും മേഖലയിലും പ്രവർത്തിച്ചു വരുന്നു. എവിടെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്? അപ്പൊ നമ്മള് മൊത്തം ഓൾ കേരളയാണല്ലോ. അപ്പൊ നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉണ്ട്. ഈ നാടൻപാട്ട് സമിതിയിൽ അങ്ങനെ പോണ? നാടൻപാട്ട് സമിതിയില് ഞാനിപ്പോ ഒരു 20 വർഷത്തോളമായി ഈ ഫീൽഡിൽ തന്നെ, നാടൻപാട്ട് ഫീൽഡിൽ. സ്വന്തമായിട്ട് ട്രൂപ്പ് ഉണ്ട്. ഉണർവ് കലാസമിതി എന്നാണ്, കരിക്കാട് എന്നാണ് ടീമിന്റെ പേര്. കൂടെ അപ്പോ വീട്ടിലുള്ള ആരെങ്കിലും? വീട്ടില് എന്റെ വൈഫ്, അതുപോലെ മകള്, മോൻ, ഞങ്ങളൊക്കെ ഒരു ഫാമിലി പോലെയാണ് നമ്മുടെ ഒരു ടീം സ്പിരിറ്റ് എന്ന് പറയുന്നത്. എല്ലാരും നമ്മൾ കുടുംബം പോലെ പോകുന്നതാണ്. എല്ലാരും നാടൻപാട്ട്, അതായത് കലാപരമായിട്ട് ഒരു കലാകുടുംബം തന്നെയാണ് പറയാം. വീട്ടില് ഇപ്പൊ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എന്റെ വൈഫ്, മകള്, മോൻ, പിന്നെ അളിയന്റെ വൈഫുണ്ട്, പിന്നെ ഭാര്യയുടെ അമ്മയുണ്ട്. എൻ്റെ അച്ഛനമ്മ ഇപ്പോൾ അടുത്ത കാലത്ത് മരണപ്പെട്ടു. പിന്നെ എനിക്ക് 2 അനിയനും 1 അനിയത്തിയും ഉണ്ട്. അവരൊക്കെ മാരേജ് കഴിഞ്ഞു. അവരൊക്കെ ഓരോ സ്ഥലത്ത് സെറ്റിലായിരിക്കും. തനത് പാട്ടുകളാണ് കൂടുതൽ സുമേഷേട്ടൻ കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കുന്നതും പാടുന്നതും അതേപോലെ തന്നെ തോന്നുന്നു. പാട്ട് കേട്ടപ്പോൾ മനസ്സിലായി. നമുക്കൊരു പാട്ട് കൂടി ഒരു പാട്ട് നമുക്ക് തനത് പാട്ടുകൾ വെച്ചാൽ നമ്മളെ പണ്ട് കാലങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കലോത്സവ വേദികളിലൊക്കെ നമുക്ക് മുൻകാലങ്ങളിൽ തനതേ പാടുള്ളൂ എന്നൊരു ചിട്ട ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ വേറെ വേണ്ടാന്ന്. ഇപ്പൊ എഴുത്തുപാട്ടുകളാണ് കൂടുതൽ, ആൽബം സോങ്ങുകളൊക്കെയാണ് ചെയ്യുന്നുണ്ട്, കലോത്സവത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോ നമുക്ക് എന്തായാലും ഞാനൊരു പ്രണയഗാനമുണ്ട്, നമുക്കതും നല്ലൊരു ഫീൽ പാട്ടാണ്. നമുക്കതൊന്ന് പാടി നോക്കാം. പള്ളിക്കൂട വഴിയിൽ ആ പാലമരച്ചോട്ടിൽ മുല്ലപ്പൂവ് ചൂടി വന്നൊരു സുന്ദരി പെണ്ണാളെ. പള്ളിക്കൂട വഴിയിൽ ആ പാലമരച്ചോട്ടിൽ മുല്ലപ്പൂവ് ചൂടി വന്നൊരു സുന്ദരി പെണ്ണാളെ. കുന്നോളം പൊന്നും പണവും എന്തിന് പുന്നാരേ, കുന്നോളം പൊന്നും പണവും എന്തിന് പുന്നാരേ. പൊന്നിൻ്റെ നിറമല്ലേലും പൊന്നിൻ കുടമല്ലേ, പൊന്നിൻ്റെ നിറമല്ലേലും പൊന്നിൻ കുടമല്ലേ. പള്ളിക്കൂട വഴിയിൽ ആ പാലമരച്ചോട്ടിൽ മുല്ലപ്പൂവ് ചൂടി വന്നൊരു സുന്ദരി പെണ്ണാളെ. ചെഞ്ചോര ചുണ്ടിനു മറുകൊരു ചന്തം തന്നല്ലേ, ചെഞ്ചോര
ചുണ്ടിനു മറുകൊരു ചന്തം തന്നല്ലേ, ചെറു ചുണ്ടാൽ തന്നൊരു മുത്തമിതിന്നും കുളിരല്ലേ, ചെറു ചുണ്ടാൽ തന്നൊരു മുത്തമിതിന്നും കുളിരല്ലേ. പള്ളിക്കൂട വഴിയിൽ ആ പാലമരച്ചോട്ടിൽ മുല്ലപ്പൂവ് ചൂടി വന്നൊരു സുന്ദരി പെണ്ണാളേ. അടിപൊളി. ഈ നാടൻപാട്ട് മേഖലയിൽ നിന്ന് നമുക്ക് വല്ല അംഗീകാരങ്ങൾ അങ്ങനെ എന്തെങ്കിലും കിട്ടിയതായിട്ട്? അംഗീകാരങ്ങള് നാടൻപാട്ട് അങ്ങനെ ഒരു അംഗീകാരങ്ങളില്ല. കാരണം വർഷങ്ങളായിട്ട് എത്ര വർഷമായി അതെനിക്ക് സ്റ്റേജിലൊക്കെ ഞാൻ സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അംഗീകാരങ്ങൾ. അത് നമുക്ക് ക്യാഷായിട്ട് ഇപ്പോൾ ചില നമ്മൾ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും, ഓരോ പാട്ട് പാടുമ്പോഴും അതിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും ഓഡിയൻസിന്റെ ഇടയിൽ ഉണ്ടാവും. അപ്പൊ ഓരോ പാട്ട് പാടുമ്പോഴും അതിന് നമുക്കൊരു പാരിതോഷികം എന്ന രീതിയിലാണ് ചിലർ കൊണ്ടുവന്ന് തരിക. അപ്പൊ നമുക്കൊരു 10 രൂപ അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ്. എനിക്ക് പാടിക്കൊണ്ടിരിക്കുമ്പോ ഗുരുവായൂർ ഭാഗത്ത് ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോ, അന്ന് ഞാൻ കൊടുങ്ങല്ലൂർ അമ്മയുടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ എനിക്കൊരാൾ സ്റ്റേജ് കയറി വന്നിട്ട് എന്റെ കയ്യിൽ എന്തോ തന്നു. അപ്പൊ ഞാനത് നോക്കില്ല, എന്നും പതിവ് പോലെ നമുക്കൊരു 10 രൂപയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അത് പിന്നെ എന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ നോക്കുമ്പോഴാണ് അത് ചെക്കായിരുന്നു, ഒരു 500 രൂപയുടെ ചെക്കായിരുന്നു അത്. അപ്പൊ അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നു. പിന്നെ ഞാൻ ഒറ്റപ്പാലം ഒരു സമിതിയുടെ കൂടെ കളിക്കാൻ പോയപ്പോ അവിടെ ഇതുപോലെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ ഒരു സമ്പന്നനായ ഒരാളാണ്, അപ്പൊ അയാൾ ഒരു പണിക്കര തോന്നുന്നുണ്ട്. അപ്പൊ അയാൾ വന്നിട്ട് ആ പാട്ട് പാടുമ്പോ എന്റെ കയ്യിലൊരു മോതിരം വന്നു. അതൊരു വലിയൊരു മോതിരമായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പാട്ട് എഴുതുക അങ്ങനെ എന്തെങ്കിലും? പാട്ട് ഞാന് എഴുത്തില്ല, എഴുത്ത് കുറവാണ്. എന്റെ മോള് എഴുതും. അവള് ഇപ്പോ കഴിഞ്ഞ നമ്മുടെ കൊറോണ സമയത്തൊക്കെ 2 പാട്ട് അവള് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഒരു ആൽബം ആക്കണം എന്നുള്ള സെറ്റപ്പിലൊക്കെ ഇരിക്കുകയാണ്. അവൾക്ക് അതിനുള്ള കഴിവുണ്ട്. നമുക്ക് കഴിവില്ലായകല്ല, പക്ഷെ നമുക്ക് അതിനുള്ളൊരു നേരം കിട്ടാറില്ല. പാട്ടുകൾ നമ്മൾ കൂടുതലും പാടി പൊലിപ്പിക്കുക എന്നല്ലാതെ നമുക്ക് ഒരു എഴുത്തിലേക്ക് കടക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഇഷ്ടപ്പെട്ട ഒരു പാട്ടും കൂടി ഇത് പാടും. ഞാനൊരു മാണിപ്പാട്ട് പാടാം. അത് നമുക്കൊരു തനത്തിലേക്കും പോകുന്നൊരു പാട്ടാണ്. കാരണം മലവായാട്ടത്തില് നമ്മുടെ മാണിമുത്തപ്പൻ വരുമ്പോ പാടുന്ന പാട്ടാണ്, നേരാങ്ങള വരുമ്പോ പാടുന്ന പാട്ട്. താനിന താനിന്നം താനേ താനിന താനിന്നാനേ താനിന താനിന്നം താനം താനേ താനിന താനിന്നാനേ. മുത്തുമുസ്ലിയാരും മലപ്പുറം നേർച്ച കാണുവാൻ പോകുമ്പോ സുന്ദരിയാമൊരു മുഞ്ചത്തി പെണ്ണാതാ വഞ്ചിയും കൊണ്ടിന്നിക്കരക്കേ. വഞ്ചിയിലുള്ളൊരു മങ്കയെ കണ്ടപ്പം മൂളകം പാട്ടൊന്നു പാടിയേ. മൂളകം പാട്ടതു കേട്ടോരു നേരവും തട്ടം കൊണ്ടാ മുഖം മൂടിയേ. എന്തിന പൂങ്കരളേ നീയേ വയ്യപ്പം കാട്ടണത്, തെറ്റുകളെന്തേലും ചെയ്തോ ഞാനേ കുറ്റം പറഞ്ഞോടേ. താനിന താനിന്നം താനേ താനിന താനിന്നാനേ താനിന താനിന്നം താനം താനേ താനിന താനിന്നാനേ. പിന്നെ ഇതിന് ഞാനിപ്പോ എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു ആദ്യത്തെ ഒരു അനുഭവമാണ്. എനിക്ക് കിട്ടുന്ന സൗഭാഗ്യമാണ്. കാരണം ഇങ്ങനൊരു ഇതിന്റെ മുന്നിൽ ഇരുന്ന് ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞു, ഇപ്പൊ ഇത്രയും വർഷമായി ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ അറിയപ്പെടുന്നുണ്ട്, പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തിപ്പെടാൻ കുറെ സമയം എടുത്ത്. പിന്നെ അപ്പൊ അതിന് ഞാൻ വലിയൊരു താങ്ക്സ് ഞാൻ ശ്രാവണേട്ടനോട് പറയാണ്. കാരണം ശ്രാവണേട്ടൻ മുഖേനയാണ്, അപ്പോ അദ്ദേഹം മുഖേനയാണ് ഞാനിപ്പോ ഇതിലേക്ക് വന്നത്. കാരണം ഞങ്ങൾ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പൊ എന്തായാലും ആൾക്കൊരു വലിയ താങ്ക്സ് ഞാൻ പറയുന്നു.